അറബികളുടെ ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് രണ്ടാമത്തെ ഖുർആനിക പരാമർശമുണ്ടാകുന്നത്. നബിയേ, അങ്ങയോടവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട്. ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അവയിലെ പാപത്തിൻ്റെ അംശമാണ് പ്രയോജനത്തിൻ്റെ അംശത്തേക്കാൾ വലുത്. സൂറത്തുൽ ബഖറയിലെ 219 ആയത്താണ് ഇങ്ങനെ പറയുന്നത്. ഈ ആയത്തിനെ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസികൾ മദ്യപാനത്തിൽ നിന്നും വിട്ടുനിന്നു. എന്നാൽ ചിലരെങ്കിലും ഇത് തുടർന്നു വന്നു. ഏറ്റവും ഒടുവിലാണ് മദ്യം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള സൂറത്ത് 93 അവതരിക്കുന്നത്. അല്ലയോ മുഅ്മിനീങ്ങളെ, ലഹരി ബാധിച്ച നിലയിൽ നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്, നിങ്ങൾ പറയുന്നതെന്തെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതുവരെ. ഇത് 4-ാമത്തെ സൂറത്തിലെ 43 ആയത്താണ്. ഈ സൂക്തത്തിൻ്റെ അവതരണത്തോടെ മദ്യപാനിക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ വരാൻ കഴിയാതെയായി. നിസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള അവൻ്റെ അദമ്യമായ ആഗ്രഹം മദ്യത്തെ വേണ്ടെന്ന് വെക്കാൻ അവനെ പ്രേരിപ്പിച്ചു. ഇങ്ങനെ മദ്യവർജനത്തിലൂടെ ഉത്തമ ഗുണസ്വഭാവങ്ങളുള്ള മാതൃകാ സമൂഹമായി അവർ വളർന്നു വന്നു. അപരിഷ്കൃതമായ അറബികളെ നന്മയുടെ പ്രചാരകരാക്കി മാറ്റിയത് വിശുദ്ധ ഖുർആനിൻ്റെ യുക്തിഭദ്രമായ ഇടപെടൽ കൊണ്ടായിരുന്നുവെന്ന് കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിന് സൂക്തം ഓതിക്കേൽപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിനതും പൂർണ്ണ തൃപ്തികരമായില്ല. സമ്പൂർണ്ണ നിരോധനമാശിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നീട് പൂർണ്ണമായി മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആയത്തുകൾ അവതരിച്ചു. അല്ലയോ മുഅ്മിനീങ്ങളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും ഭാഗ്യപരീക്ഷണത്തിനുള്ള അമ്പുകളും പൈശാചിക പ്രവൃത്തികളിൽപ്പെട്ട മ്ലേച്ഛകാര്യങ്ങളാണ്. അതിനാൽ നിങ്ങൾ വിജയികളാവാൻ വേണ്ടി അവ വർജിക്കുകയും മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്താനും അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയാനുമാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അതിനാൽ നിങ്ങൾ വിരമിക്കുന്നില്ലയോ? സൂറത്തുൽ മാഇദയിലെ 90 മുതൽ 93 വരെയുള്ള ആയത്തുകൾ ഇങ്ങനെ ചോദിക്കുന്നു. ഇതാണ് 3-ാം ഘട്ട നിരോധനം. നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലയോ, വിരമിക്കുന്നില്ലയോ എന്ന ഖുർആൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അല്ലാഹുവേ, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്നായിരുന്നു വിശ്വാസികളുടെ പ്രതികരണം. മദ്യത്തോട് അത്യധികം പ്രിയം നിലനിന്നിരുന്ന ഘട്ടത്തിലാണ് മദ്യനിരോധനത്തിൻ്റെ ഖുർആനിക കൽപ്പന ഉണ്ടാകുന്നത്. ഹിജ്റ 3-ാം വർഷത്തിലായിരുന്നു ഈ സമ്പൂർണ്ണ നിരോധനം. നിരോധനാജ്ഞ വന്നപ്പോൾ മുകളിൽ പരാമർശിച്ച വിധം പ്രഖ്യാപിച്ചുകൊണ്ട് മദ്യശേഖരങ്ങൾ ജനങ്ങൾ ഒഴുക്കിക്കളഞ്ഞു. ചിലർ പാത്രം കഴുകി ഉപയോഗിച്ചു, ചിലർ പാത്രവും തച്ചുടച്ചു. മദീനയുടെ ചില ഭാഗങ്ങളിൽ മദ്യം ഒഴുകിയതിൻ്റെ വാസനയും നിറവും മഴ പെയ്യുമ്പോൾ അനുഭവപ്പെട്ടതായി ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അറബികളെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിനേക്കാൾ കൗതുകമുള്ള യാതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് മദ്യം നിരോധിക്കപ്പെടുന്നത്. മദ്യനിരോധനത്തേക്കാൾ കഠിനമായ മറ്റൊരു നിരോധനവും അവർക്കില്ലെന്നായി പിന്നത്തെ സ്ഥിതി. തഫ്സീറുൽ ബഗവിയിൽ ഇതിനെ വിശദീകരിച്ചതായി കാണാം.